ഹലോ ഗേസ്, വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങൾ കാർ എന്തായാലും നിന്നെ വേഗം പറഞ്ഞില്ല. എന്തോ ഒരു കാർ സെല്ലർ സിമുലേറ്റർ ഡീലർഷിപ്പ് അതാണ്ട് കളിക്കുകയാണെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് സെക്കൻഡ് പാർട്ട്. അപ്പം വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ് കാർ സെല്ലർ സിമുലേറ്റർ ഡീലർഷിപ്പ്. ഇതിൻ്റെ പേര് കുറച്ച് പാടാ. സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ അധികമൊന്നും ചെയ്തില്ല, ടൈമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യണം. ഏകദേശം ലോഡായിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ജയിക്കത്തില്ലല്ലോ. കിടിലെങ്കിലും വണ്ടി മേടിച്ചിട്ട് ഒരെണ്ണം എൻ്റെ സ്വന്തം വണ്ടിയാക്കണമെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യണം. പിന്നെ ഡോർ ക്ലോസ് ചെയ്ത് ഞങ്ങൾക്ക് നേരെ പോകുക. അയ്യോ, എനിക്കൊന്നും കാണുന്നില്ലേ, ലാഗ്. ഓടിപ്പോവാം. ട്രാവൽ എൻ്റെ വീട്ടിലേക്ക് പോകണം കേസ്. അയ്യോ, എൻ്റെ കടയിലേക്ക് പോകണം കേസ്. അപ്പം ഞങ്ങളുടെ ഇപ്പോഴേ കടയിൽ പോകണം, നെയ്ബർഹുഡിൽ പോകാം. വെറുതെ കടയിൽ പോയി കളയുന്ന എന്തിന് പൈസ കളയുന്നൊന്നും ഇഷ്ടമല്ല കേസ്. നെയ്ബർഹുഡിൽ കയറി ഒരു നല്ലൊരു വണ്ടി എടുക്കണം. അവിടെ 13,000 രൂപയുണ്ട്. ഇവിടെ എത്ര രൂപയാണ് വണ്ടിക്ക്? 7 വേണ്ട, എനിക്ക് 7,000 കൊടുത്ത് മേടിക്കാൻ വയ്യ. ഞങ്ങൾക്ക് വല്ല പൊട്ട വണ്ടിയും മേടിക്കാം കേസ്. ആ കിടക്കുന്നൊരു പൊട്ട വണ്ടിയല്ലേ, ആദ്യമേ ഇവിടെ നോക്കാം. ഇവിടെ ഒരു പൊട്ട വണ്ടി കാണുന്നുണ്ട്. ഇത് പൊട്ടല്ലല്ലോ, കൊള്ളാലോ വണ്ടി. വലിയ ബിസിനസ്മാൻ്റെ ഷർട്ടൊക്കെ ഇട്ടാൽ എന്തിരിക്കുന്നു, വില കുറച്ച് വന്നാൽ മതിയായിരുന്നു. 28,000 ഈ പൊട്ട വണ്ടിക്കോ? ഞങ്ങൾക്ക് എന്തായാലും ഈ വണ്ടിയൊന്നും വേണ്ട, പാവപ്പെട്ടവന് വണ്ടി എടുക്കാം. അത് കൊള്ളാലോ, ആ വണ്ടി കൊള്ളാലോ. വലിയ വില കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ. അയ്യോ, ഇതെങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? അതാണ്ടേ അവിടെ ഇപ്പം തരും. 13,000 കൂടുതലാവും. എൻ്റെ ആകപ്പെടെ 13,000 ഉള്ളൂ. ഇവൻ തന്നെയല്ലേ മറ്റേ വണ്ടി? 10,000 ഉള്ളോ? ഉള്ളല്ലോ. ബാർഗൈൻ ചെയ്യാൻ പറ്റുമോ? ബാർഗൈൻ ചെയ്യാൻ പറ്റില്ല ഗീസ്, അതിപ്പോൾ മീൻ ചാടിയതാ. ശരി, ആഡ് വന്നു ഗീസ്. എങ്ങോട്ട് പോകണം? ഇത് മേടിക്കണ്ട ഞങ്ങൾക്ക്. എന്നാ ആ BMW ആണോ അതോ ഈ കിടക്കുന്ന? ഈ വണ്ടിക്ക് വില കുറവാണ് ഗീസ്. ഇത് നോക്കി. ചേച്ചിയല്ലേ, ചേച്ചി എന്തായാലും വില കുറച്ച് തരും. ചേച്ചി എത്ര രൂപ? 2,000 ഒന്നും പറ്റില്ല, ബാർഗൈൻ തന്നെ ചെയ്യാം. ആഡ് ബാർഗൈൻ. ആദ്യമായിട്ടാണെങ്കിൽ ഇതിങ്ങനത്തെ ഗെയിം 1,000 ഉറപ്പിച്ചിട്ട് 1,000 തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് 1,000 കുറച്ച് കൂട്ടി പറയാം. 1,000 പറ്റുമോ? നോക്ക്, 1,200 1,100 പറയാം ഗീസ്. എനിക്കൊന്നും വയ്യ ഇപ്പോൾ 1,000 കൂടുതൽ പറയാം. പറ്റില്ല. 1,200 പറ്റുമോ? 1,200 പറഞ്ഞു നോക്കാം. കാലത്ത് ഈ ആടെങ്ങനെ കളയും? ഓക്കെ ഗേസ്, അപ്പോൾ 8,000 ഗേസ്. അതെന്താ ഇപ്പം നടന്നത്? അതെന്താ? അത് പറ്റില്ല ഇവിടെ. ഓർമ്മ എന്തൊക്കെയാ വിളിച്ചു പറ്റി ഗേസ്. ആ പഞ്ഞൊരു ആഡ് കാണണം. കണ്ടിരിക്കുന്ന കാർ മാർക്കറ്റ്. ഞാൻ നോക്കുക ഇവിടെ വന്നു. ശരി, ഫ്രണ്ടിലേക്ക് നോക്ക്. സൂപ്പർ അടപ്പുണ്ട്. സൂപ്പറൊക്കെ വില കൂടുതലാണ്. നമുക്ക് എന്തായാലും ഈ വണ്ടികളൊന്നും വേണ്ട ഗേസ്. അതിനും ഭയങ്കര വിലയാണ് ഗേസ്. പൊട്ട വണ്ടിയെല്ലാം കേട്ടോ. ചേട്ടൻ്റെ അടുത്ത് നോക്കി. ചേച്ചി നല്ല ചേച്ചി. ബൈ.
ഒരു നല്ലതുമല്ല. BMW എനിക്കൊരു BMW ആണ്. 10,000 ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ അത് വേണ്ടേ? എനിക്കിനി പാഡ് കാണാൻ വയ്യ. 10,000 ഇല്ല. ബൈ. ഇത് വലിയ ശല്യമാണ്. എന്ത് ചെയ്യാനോ? ആഡ് കണ്ടു കഴിഞ്ഞാൽ അയ്യോ വേണ്ട. 1,000 കിട്ടാനായിരുന്നു ട്രാവൽ ചെയ്യാൻ. ഇപ്പോൾ ട്രാവൽ ചെയ്യാനുള്ള പൈസ ആയിക്കാണ്. 9,000 പോലും വലിയ ശല്യമാണ്. പൈസ കൊടുക്കണോ? എനിക്കിനി പാഡ് കാണാൻ വയ്യ. ഒരു ദിവസം നോക്കിക്കോ, ഞങ്ങൾ ഇന്നത്തെ റിച്ചാവും. ഞങ്ങൾ മേടിച്ച വണ്ടിയും പോയി, ഞങ്ങളുടെ പൈസയും പോയി. അവിടെ ഞങ്ങൾ മേടിച്ച വണ്ടി, ഞങ്ങൾ മേടിച്ച വണ്ടിയോടെ നിന്ന് ഇപ്പോൾ എല്ലാത്തിനും അടിച്ചു കൊടുക്കും. ഞങ്ങൾ മേടിച്ച വണ്ടി തിരിച്ചിട്ടിട്ട് മേടിച്ച വണ്ടിയും പോയി, എല്ലാം പോയി. ഇത് വലിയ ഷോ കാണിച്ചിട്ട് അത് അവരുടെ ഗെയിം, അവരുടെ കിടിലം ഗെയിമോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓടിപ്പോയി. ഇനിയിപ്പോൾ എനിക്ക് വയ്യ. പതുക്കെ നടന്ന് പോവാൻ. ഒരു വണ്ടി ഞങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായേനെ. ഇതൊക്കെ ഒരു വണ്ടി, എനിക്കൊരു വണ്ടി മതി, വേറൊന്നും വേണ്ട. വണ്ടിയും ഇല്ല ഇപ്പം. എടാ ഏതെങ്കിലും ഒരു പൊട്ട വണ്ടി മതിയടാ, താടാ വിൽക്കുന്നതാടാ. ഇവരുടെ ഈ വണ്ടികൾ കാണുമ്പോൾ ഒരു പൊട്ട വണ്ടിയായിരിക്കും, പക്ഷേ വില ഭയങ്കര കൂടുതലായിരിക്കും. നോക്കിക്കോണേ. എത്ര രൂപയാ? 19,000 ഒക്കെ. ഞങ്ങളില്ല അതിന് ആ വണ്ടിയുടെ ഒരു പാർട്സ് മേടിക്കാനുള്ള പൈസ പോലും ഇല്ല. ഏത് വണ്ടി എവിടെയോ കണ്ടിട്ടുള്ള പോലെ. അത് നല്ല വണ്ടിയൊന്നുമല്ല ചേട്ടാ. ചേച്ചി നല്ല വില കുറച്ച് തരുമെന്ന് എനിക്കറിയാം, കണ്ടാലേ അറിയാം. നല്ല വണ്ടി. വേറെ വഴിയില്ല, പക്ഷേ വേണോ നോക്കണോ? ഞങ്ങളുടെ പൈസ ഇല്ല. വെറും $100 വ്യത്യാസം കേസ്. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ വില കുറച്ചിട്ടാലോ? വണ്ടി സെയിം വണ്ടിയല്ലേ. ഇങ്ങനെ കാണുമ്പോഴേ അറിയാം നല്ല വില കുറച്ചിട്ടെന്ന്. താങ്ക് യു. ബൈ അങ്ങോട്ട് കൊടുക്കുക. ഇനി ഞങ്ങൾ ആ വണ്ടി അങ്ങോട്ട് എത്തിക്കുക. ഞങ്ങളുടെ വണ്ടി റെഡി ഗേസ്. ഇത് ഇപ്പം വല്ല ആടുമെല്ലാം വന്നല്ല. വിരല് എൻ്റർ. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് BMW അല്ലേ? പോയി. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു BMW എടുത്തിരിക്കുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഞാൻ എന്ത് കാണിക്കുക? അപ്പോൾ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വണ്ടി ഇട്ടിരിക്കും. ഞാൻ തെളിച്ചു പോയി. അവിടെ BMW ആട്ടിക്കൊണ്ടോ കളയുകയാണ്. BMW എന്തായിരുന്നു പറഞ്ഞിട്ടെന്തോ കാര്യം. വണ്ടിക്ക് പവർ വേണ്ടേ? ഇത് ഞങ്ങളുടെ വീടല്ലേ ഇത്? ഡാമേജഡ്. എനിക്കിത് ഇഷ്ടമല്ല. കാർ മാർക്കറ്റിൽ കൊണ്ടുവന്ന ഷോ കാണിക്കാം. കാർ മാർക്കറ്റ് വരെ എത്തുകയെ. ഇനി എൻ്റെ ഷോ കാണിക്കാൻ പൈസ ഒന്നുമില്ല. അതായത് വണ്ടി മേടിക്കാമെന്ന് വന്നേ. ഈ വണ്ടി കൊള്ളത്തൊന്നുമില്ല, ഫുള്ള് ഡാമേജടാ. പിന്നെ മേടിച്ച് പൈസക്ക് കൊള്ളായിരുന്നു. ഒരു 10,000 എന്തെങ്കിലും ജീവിക്കണം. വീട്ടിലെങ്കിൽ മോശം. എൻ്റെ കട ഏതാ? അതുകൊണ്ട് എൻ്റെ കട ഗേസ് ഒരു ചെറിയൊരു പെട്ടിക്കടകൾ അത്ര പോലെ ഇല്ല ഗേസ്. നോക്കൂ ഗേസ്, ഈ വണ്ടി വിറ്റിട്ട് വേണം ഞാൻ ഭയങ്കര റിച്ചാവും ഗേസ്. നോക്ക് BMW ആയി കളയുന്ന സൗണ്ട് തന്നെ കേട്ടോ. ഇറങ്ങാം, പെണ്ണിനകത്ത് നിന്ന് ഇറങ്ങാവും. കിടിലം വണ്ടി ഗേസ്. അകത്ത് കയറാം. ഓപ്പൺ കണ്ടംപ്റ്റർ. ഇതൊക്കെ ആരെ കൊണ്ടൊന്നും കളയുന്നേടാ. എൻ്റെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ടൊന്നും വേസ്റ്റ് കളയാൻ ഇത്രയ്ക്ക് ഇഷ്ടം.
എന്നാൽ ഞാൻ നാളെ നിൻ്റെ വീട്ടിൽ വന്ന് വേസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. വണ്ടി കണ്ടേ, വണ്ടിക്ക് വിൽക്കാനിട്ടിട്ടല്ലേ ഓപ്പൺ ചെയ്തിട്ട് കാര്യമുള്ളൂ. വെബ് പേജിൽ കയറുക. ഗേസ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ അടുത്ത തേർഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ് ഗേസ്. 2004 BMW. ആ BMW സീരീസ് 1 ആണ്. കിടിലായിരിക്കും ഇപ്പം. ബൈ പ്രൈസ് 7,000. ഐ തിങ്ക് ഒരു 10,000 വിൽക്കാം അല്ലേ. BMW ബെസ്റ്റ്. വെറുതെ ആൾക്കാരെ പറ്റിക്കാരാ. എന്നിട്ടൊരു 12,000 വിൽക്കാം. അയ്യോ 12,000 വേണ്ട, കുറച്ച് കൂട്ടിയിടാം. ഒരു 13 അല്ലെങ്കിൽ വേണ്ട, ഒരു 15,000 വിൽക്കാനിടാം. ഇതിപ്പോൾ അങ്ങനെയല്ല ഞാൻ ഇട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ നഷ്ടമായേനെ ഓൺ സെയിൽ. അതെ സെയിലിനകത്ത് ഇട്ടിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ബാക്ക് അടിക്കണം കേസ്. ആൾക്കാർ വന്നോ? ആൾക്കാർ ഇവിടെ. കട ക്ലോസ് ആണ്. കട ഓപ്പൺ ചെയ്തിട്ടേ. ഓപ്പൺ. നമ്മുടെ കടയിൽ നല്ല കച്ചവടം. ഓപ്പൺ ചെയ്യുമ്പോഴേ ആൾക്കാർ വരും. എവിടാ? ആരും ഇല്ലേ? എന്തോ പ്രശ്നം എന്തായി വണ്ടിക്ക്? ആഡിലോടിങ്. ഇവിടെ ആരൊക്കെ വേണ്ടേ വണ്ടി? ഞങ്ങളുടെ ഇത്രയും നല്ല വണ്ടി ആരൊക്കെ വേണ്ടേ? പൈസ കുറച്ചിടണോ ഒന്ന്. 12,000 മാറ്റാൻ പറ്റില്ല. സീറോ ഫ്രണ്ടിലെങ്ങനെ വന്ന്? ആൾക്കാർ വന്നോ? കേസ് വാട്ട്? ഞാനിപ്പോഴും ആൾക്കാർ വന്നില്ല. എടാ വന്നു ചേട്ടനെ കണ്ടറിയാം. നല്ലൊരു പുള്ളിയാ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതിന് ഞങ്ങളുടെ വണ്ടി ഓടിക്കാനല്ലേ വന്നാ. 10,000